ഇപ്പൊ ഈ തീരുമാനം മാറ്റിവെച്ചിട്ടേ ഉള്ളൂ എന്ന് നമുക്കൊന്നുമായിട്ട് മനസ്സിലാവും. നമ്മളാരും അത്ര പോട്ടന്മാരൊന്നുമല്ല. നിങ്ങളത് നടത്തിയെടുക്കും എന്നും ഞങ്ങൾക്കറിയാം. 1958 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുമ്പോഴാണ് എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം ആദ്യമായിട്ട് വർദ്ധിപ്പിച്ചത്. അന്നൊരു അടവ് അന്നത്തെ EMS സർക്കാർ എടുത്തു. M. ഉമേഷ് റാവു എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര MLA ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള മഞ്ചേശ്വരമാണെന്നാണ് ഓർമ്മ. അവിടെ നിന്നുള്ള ഒരു സ്വതന്ത്ര MLA. അദ്ദേഹത്തിന് ഈ പാർട്ടി ബന്ധങ്ങളൊന്നും പ്രശ്നമല്ലല്ലോ. അദ്ദേഹത്തെ കൊണ്ട് ഒരു സ്വകാര്യ ബില്ല് സഭയിൽ അവതരിപ്പിച്ചു. ഈ സ്വകാര്യ ബില്ല് എന്ന് പറഞ്ഞാല് നിയമസഭയില് പതിവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ ഒരു വെള്ളിയാഴ്ച സ്വകാര്യ പ്രമേയമാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച സ്വകാര്യ ബില്ലായിരിക്കും. പല പല ബില്ലുകൾ അംഗങ്ങൾക്ക് അവരുടേതായ നിലയിൽ കൊണ്ടുവരാം. വലിയ കാര്യമായിട്ടുള്ള ബില്ലുകളൊന്നും വരത്തില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു ബില്ലാണ് സ്വകാര്യ ബില്ലായിട്ട് വന്ന് പാസ്സാക്കിയിട്ടുള്ളത്. കുറച്ചൊരു രസകരമായ സമയത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഏർപ്പാടായി ഇതെന്ന് പലപ്പോഴും തോന്നിപ്പോ. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഈ പ്രസവം എടുക്കുന്ന നാട്ടുപുറത്ത് പ്രസവം എടുക്കുന്ന വയറ്റാട്ടിമാർക്ക് അവർക്ക് ക്ഷേമനിധി വേണം, പെൻഷൻ വേണം. അല്ലെങ്കിൽ നഗരത്തിൽ തട്ടുകട നടത്തുന്നവര് അവരുടെ തട്ടിട്ടിരിക്കുന്ന സ്ഥലം അവർക്ക് പതിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള നടക്കാൻ പറ്റാത്ത, പ്രായോഗികമല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഓരോരോ സ്വകാര്യ ബില്ലുകളാണ് സാധാരണ വരുന്നത്. പക്ഷെ ഈ ഉമേഷ് റാവുവിന്റെ ബില്ല് പറഞ്ഞ പോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു സ്വകാര്യ ബില്ല് നിയമമായത് അദ്ദേഹത്തിന്റെ ബില്ലാണ്. അത് MLA മാർക്കും മന്ത്രിമാർക്കും ശമ്പളം കൂട്ടാനുള്ളതായിരുന്നു.